എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ എപ്പോഴും ഈ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ, അത് എൻ്റെ ഒരു ശൈലിയാണ് കേട്ടോ. അതോർത്ത് ആരും ഞങ്ങൾക്ക് വലിയ അസുഖമൊന്നുമില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട കേട്ടോ. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നേ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള റെസിപ്പീസുമായിട്ടല്ലേ വരുന്നത്. ഇന്ന് ഏറ്റവും ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കാം കേട്ടോ. അപ്പം ഈ ബീഫ് കറിയുടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ഗ്രീൻ കളറിലായിരിക്കുന്നത്. ഭയങ്കര ഈസിയാണ്. ചിലപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾക്ക് ചിലപ്പോൾ ജോലിയുള്ള ദിവസം നമ്മൾ ജോലി കഴിഞ്ഞൊക്കെ തിരിച്ചൊക്കെ വരുമ്പോഴത്തേക്കും പിള്ളേർ പറയില്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നുന്നു മമ്മി, എന്തെങ്കിലും ഒരു ഇച്ചിരി ടേസ്റ്റായിട്ട് എന്താ പറയുന്നത്, ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി തരാമോ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ദിവസങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിത് ഇവിടെ പരീക്ഷിച്ചു. അപ്പം എനിക്ക് എന്നുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇപ്പം എൻ്റെ അന്നക്കുട്ടിയായാലും തൊമ്മിയാണെങ്കിലും അവർക്കൊക്കെ ഫുഡിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരെന്നോട് ചോദിക്കും മമ്മി എന്താ കഴിക്കാൻ, എന്താ ഇന്ന് സ്പെഷ്യൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേക്കിനും അന്നേരം ഞാൻ ഓർത്താണ് എന്താ പറയുന്നത്, എളുപ്പത്തിൽ ഉണ്ടാക്കണം പക്ഷെ ടേസ്റ്റി ആയിരിക്കണം. അങ്ങനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പം ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് എന്താണെന്നറിയോ, ബീഫ് ചതുരംഗം. ചതുരംഗത്തെ പേരിട്ടതിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം ഇത് വളരെ എന്താ പറയുക വലിയ പീസായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് പെട്ടെന്ന് മുറിച്ച്, അതായത് ബീഫ് ഞുറുക്കി അതിൻ്റെ ഷേപ്പിലൊന്നും വരുത്താനായിട്ടൊന്നും ഞാൻ നിൽക്കണില്ല. അപ്പം ഞാനത് വലിയ പീസായിട്ട് മുറിച്ചിട്ട് ജസ്റ്റ് വളരെ പെട്ടെന്ന് മാരിനേറ്റ് ചെയ്ത് കുക്കറിലിട്ട് അടിച്ച്, പിന്നെ ഞാനിതെല്ലാം കൂടി ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ റെസിപ്പി ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പറയണം കേട്ടോ. അപ്പം നമുക്ക് ബീഫ് ചതുരംഗം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് ആദ്യം ചെയ്തിരിക്കുന്ന പരിപാടി എന്നാന്ന് പറയുക കേട്ടോ, വലിയ പീസായിട്ട് ബീഫ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ. അതായത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഇത്രയും വെച്ച് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ബീഫിലേക്കിപ്പം കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് ഈ ബീഫ് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ അടച്ചു വെച്ച് ഒരു 5 വിസിൽ കേട്ടോട്ടെ. പ്രഷർ കുക്കർ ഞാൻ അടച്ചു വെച്ചു, വിസിൽ വെച്ചു. നമുക്കൊരു 5 വിസിൽ വരെ വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ, ഇത് കണ്ടോ, ഒരു 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പോളം തൈര് കണ്ടോ, 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് തൈര്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിയില്ലേ, ഹോൾ മല്ലി, അതായത് പൊടിക്കാത്ത മല്ലി, ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 2 കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഒരു 5-6 ഏലക്ക, ഒരു 5-6 ഗ്രാമ്പൂ. ഓക്കെ, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി, ഒരു 1.5 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, ഒരു 1/2 കുടം വെളുത്തുള്ളി, ഒരു 10-12 പച്ചമുളക്, 1 കപ്പോളം ചുവന്നുള്ളി, അത് ഫ്രോസൺ ആകട്ടോ അതുകൊണ്ടാണ് ഇച്ചിരി അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ മല്ലിയില, ഒരു 2 തണ്ട് കറിവേപ്പില കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ, ഇത്രയും സാധനം ഞാൻ അരയ്ക്കാൻ പോവാം. ആദ്യം ഞാൻ ഈ തേങ്ങയും ഈ എന്താ പറയുന്നത് മല്ലി, പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം അരയ്ക്കും. അത് നന്നായിട്ട് അരഞ്ഞിട്ട് ഈ പച്ചമുളകും ചുവന്നുള്ളിയും എന്താ പറയുക തൈരും ചേർത്ത് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കണേ. ഇതേട്ടെ കേട്ടോ, തേങ്ങയും പൊടികളും എല്ലാം കൂടെ അരച്ചാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തൈരും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുവേ. ഇതേ കണ്ടോ, ഇത് കണ്ടോ, നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കറിയുടെ കളർ വരുന്നത് കേട്ടോ. ഇനിയുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തെന്ന് അറിയോ, ഒരു കടായി വെച്ചിട്ട് ആ കടായിലേക്ക് ഞാനൊരു ഏകദേശം ഒരു 150 ഗ്രാം ബട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, നല്ലപോലെ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ആ ബട്ടർ ഒന്ന് ഉരുകി വന്നോട്ടെ കേട്ടോ. ബട്ടർ അത്യാവശ്യം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ മിക്സി ഒന്ന് എന്നാ പറയുന്നത് കഴുകി ഇങ്ങെടുത്തൊന്ന് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളകി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് ചേർക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്ന പറയുന്നത്, ഇറച്ചിക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യണം സ്ട്രെയിറ്റ്. അതിൽ ആ ചാറ് സഹിതമാണ് നമ്മൾ ഇങ്ങോട്ട് ഇടുന്നത് കണ്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് ഇതാണ് കറക്റ്റ് എന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ കറി കറക്റ്റായി കേട്ടോ, നല്ല ഇതായി. ഇനി നമ്മളുണ്ടല്ലോ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകണം. എന്താണെന്ന് അറിയാമോ, 1 കപ്പ് തേങ്ങാപ്പാൽ കണ്ടോ. ഇതാണ് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അതായത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഓക്കെ, അത് 1 കപ്പും വേണം കേട്ടോ. നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ കറിയായി. എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ അല്ലേ, എന്ത് എളുപ്പത്തിൽ ആർക്കും വയ്ക്കാം അല്ലേ. ഒരു സ്പെഷ്യൽ കറിയായി അപ്പത്തിൻ്റെ കൂടെയോ എന്താ പറയുന്നത് നമ്മുടെ
റൈസിൻ്റെ കൂടെയോ ഒക്കെ പൊക്കോളും. ഒരു സ്പെഷ്യൽ കറിയുമായി നല്ല ടേസ്റ്റുമായി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അല്ലേ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ കേട്ടോ. ഞാൻ ഇച്ചിരി ചാറ് കൂട്ടിയെടുത്തതാണ്, കാരണം ഇവിടെ ഇന്ന് അപ്പമാണേ. അപ്പം അപ്പത്തിന് കുറച്ച് ചാറ് വേണമല്ലോ. പിന്നെ വേറെ ഒന്നുണ്ടേ, ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറുകി വരും. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിടന്നോണം കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ഓർത്തോണം. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി കിടക്കണം, കാരണം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് കുറുകും. ഓക്കെ, കണ്ടോ കറി വന്ന് ആയിട്ടുണ്ട് അല്ലേ, കറി നന്നായിട്ടുണ്ട്. അപ്പോൾ അന്നക്കുട്ടി അത് വന്ന് നോക്കിയിരിക്കുകയാണ്. ഞാൻ അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. അപ്പം അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പം അവൾക്ക് 2 അപ്പവും കൂടെ ചുട്ട് കൊടുത്തേക്കാം. ഇവിടുത്തെ ഡിന്നറാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പം 2 അപ്പവും കൂടെ ചുട്ടിട്ട് ഞാനിത് സെറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. നമുക്കൊരു അപ്പം അങ്ങ് ചുട്ടാലോ. കറി ആ സൈഡിലിരിപ്പുണ്ട്, ഒരപ്പം ചുട്ട് കേട്ടോ. മൂടി വയ്ക്കാം. നമ്മുടെ അപ്പമായിട്ടുണ്ട് കേട്ടോ, നമുക്ക് എടുക്കാം. ഇത് നല്ല നമുക്ക് പെർഫെക്റ്റ് അപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ഞാനേ നമ്മുടെ അന്നക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് ചതുരംഗം. കണ്ടോ, ദേ അടുപ്പിച്ച് കാണിക്കാം കേട്ടോ. കണ്ടോ, ദേ നല്ല ഒന്നാന്തരം അപ്പം. ഇത് ഇങ്ങനെ കളർ കാണുമ്പോഴത്തേക്ക് ഇച്ചിരി ഡാർക്ക് കളറാണ്. ആക്ച്വലി ഇത് ശരിക്കും നല്ല ലൈറ്റ് കളറാണ് കേട്ടോ. അതായത് എന്നാ പറയുന്നത്, നല്ല ഭംഗിയുള്ളൊരു പച്ച കളറാണ്. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും എന്നാ പറയുന്നത്, ഇച്ചിരി ഡാർക്കായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ദേ അന്നക്കുട്ടി അതൊക്കെ പിടിച്ചവിടെ നിൽപ്പുണ്ട്. നമുക്ക് അവളോട് നിന്ന് കഴിക്കാമെന്ന് ചോദിക്കാവേ. അന്നക്കുട്ടി, മമ്മിയുടെ ബീഫ് ചതുരംഗം ഒന്ന് കഴിച്ചു നോക്കിയേ. കഴിച്ചു നോക്കിയിട്ട് സിൻസിയറായിട്ടുള്ള അഭിപ്രായം പറയണം കേട്ടോ. അന്നക്കുട്ടിയുടെ ഡിന്നറാണേ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ എടുത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണോ? പെർഫെക്റ്റ്ലി കുക്ക്ഡാണോ? അതിന് അന്നക്കുട്ടി ബീഫ് ഒന്ന് ഇച്ചിരി കഴിച്ചു നോക്കിയേ. ചൂടാ, കുറേശ്ശെ എടുത്ത് കഴിച്ചു നോക്ക്. നല്ലതാണോ? താങ്ക് യു. അപ്പം ബീഫ് ചതുരംഗം വെക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ ബീഫ് ചതുരംഗം എങ്ങനെയാന്ന്? വളരെ ഈസി അല്ലേ വെക്കാനായിട്ട്. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ പറയുക, ഈ പച്ച തേങ്ങയും അല്ലേ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒറ്റയടിക്ക് തൈരും ചേർത്ത് അരച്ചെടുക്കുക, നേരെ ഒഴിക്കുക അല്ലേ, തേങ്ങാപ്പാൽ കലക്കി ഒഴിക്കുക. അത്രയും പണിയേ ഉള്ളൂ. ഞാനിവിടെ എപ്പോഴും ഉണ്ടല്ലോ മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൗഡർ വാങ്ങിച്ചു വെക്കും. അപ്പം അതുകൊണ്ട് എനിക്കത് വളരെ എന്താ പറയുന്നത് ഈസി. അതായത് തേങ്ങ ചുരണ്ടാൻ പോകണ്ട. എനിക്കറിയാം തേങ്ങ ചുരണ്ടി തേങ്ങാപ്പാൽ എടുക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ എന്താ പറയുന്നത്, നമ്മുടെ ആ വർക്ക് ആൻഡ് ലൈഫ് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് അല്ലേ ഈസി അല്ലേ. അപ്പം ഇത് സൂപ്പറാണ് കേട്ടോ, അടിപൊളി. നിങ്ങൾ ഓർക്കും എന്താ പറയുക, നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ടും എന്നോടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും കാണാം. ബൈ.